ഹബീബിനെ ചെന്ന് സന്ദർശിക്കൽ പുണ്യമാണ്. എന്തുകൊണ്ട് ചില ആളുകൾ മദീനത്ത് പോകാതെ വരുന്നു എന്ന് പരിശോധിച്ചു നോക്കുക. അവരെന്താ പറയാ? മക്കയിലെ നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലിയുണ്ടല്ലോ, മദീനയിലത് 1000 ഉള്ളൂ, മസ്ജിദുൽ അഖ്സക്കത് 500 ഉള്ളൂ. അപ്പൊ ഹോൾസെയിൽ വാങ്ങിയിട്ട് പോകാൻ നല്ലത് മക്കയിൽ നിന്നല്ലേ? അവിടെ പോയിട്ട് കിട്ടാനൊന്നുമില്ലല്ലോ, 500-1000 കിട്ടുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ആരാണ് മുഅ്മിനേ മക്കയിൽ 1,00,000 ലസ്വലാത്തുൻ ഫീഹാ ബിമിഅത്തി അൽഫി സ്വലാഹ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം 1,00,000 നിസ്കാരത്തിന് തുല്യമാണെന്ന് പഠിപ്പിച്ചത് ആരാണ്? നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചു തന്നത് ആരാണ്? ഖുദൂ അന്നീ മനാസികകും, നിങ്ങളുടെ ഇബാദത്തുകൾ വേണ്ട പോലെ എന്നിൽ നിന്ന് നേരിട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് ഹജ്ജും ഉംറയും തവാഫും സഅയും നിങ്ങളെ പഠിപ്പിച്ചതാരാണ്? അത് മദീനയിൽ കിടക്കുന്ന ഹബീബല്ലയോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദികേടല്ലേ, നന്ദികേട്. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. ഇത് ഇമാം ബുഖാരി തങ്ങൾ അവരുടെ മറ്റൊരു ഹദീത്തിന്റെ ഗ്രന്ഥമായ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ച ഹദീസാണിത്, സ്വഹീഹായ ഹദീസ്. മനുഷ്യരോട് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിനോട് നന്ദി ചെയ്തില്ല കേട്ടോ. അള്ളാഹുവിനോടുള്ള നന്ദിയാണ് ഹജ്ജും ഉംറയുമെങ്കിൽ മനുഷ്യരിൽ നമ്മൾ കടപ്പെട്ട് കിടക്കുന്ന അഫ്ളലുൽ ബശറായ ഹബീബിനോട് നന്ദി ചെയ്യാതെ അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദി പോലും അള്ളാഹു സ്വീകരിക്കില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഹബീബിന്റെ അടുത്ത് പോവണ്ടയോ? നന്ദിയല്ലേ ഹബീബിന്റെ മുമ്പിലെത്തേണ്ടത്?